ബാക്കി 1 മാസത്തിനകത്ത് കൊടുക്കാമെന്നുള്ള ഒരു ഉറപ്പുമായി. അതോടൊപ്പം ഞാൻ എൻ്റെ സഹോദരൻ്റെ വീട്ടിലാണ്, അവൻ്റെ ഔദാര്യത്തിലാണ് ജീവിക്കുന്നത്. എനിക്ക് വീടും സ്വത്തും എല്ലാം ഉണ്ടെല്ലാം, പക്ഷേ കടബാധ്യതയിലായിപ്പോയി, ഒറ്റയൊക്കെ ആയിപ്പോയി. പക്ഷേ ആ വീട് വിൽക്കുന്നതോടൊപ്പം എൻ്റെ എല്ലാ കടബാധ്യതകളും തീരുന്നു. അതോടൊപ്പം എനിക്ക് സ്വന്തമായിട്ടൊരു വീടും വാങ്ങാനായിട്ട് അമ്മ എനിക്ക് അനുഗ്രഹം തരികയാണ്. പക്ഷേ അപ്പോഴും ഞാൻ എൻ്റെ അമ്മയോട് പറയുന്നത്, എൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ നാഥനായി എൻ്റെ കർത്താവ് ഈശോ മിശിഹായും എൻ്റെ വീടിൻ്റെ നാഥയായി പരിശുദ്ധ അമ്മയും വാഴണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥിച്ചതിനൊരു ഫലമാണ് ഇങ്ങനെ വന്നത്. നമ്മളെപ്പോഴും വിചാരിക്കും ഒരു ലോൺ എടുത്തോ കടം വാങ്ങിയോ മറ്റൊരു കടം വീടാം എന്ന് വിചാരിക്കുമ്പോൾ ശാശ്വതമായൊരു പരിഹാരമാണ് അമ്മ എനിക്ക് തന്നത്. കാരണം എൻ്റെ വസ്തു വിൽക്കുന്നു, ശരി തന്നെ, പക്ഷേ ആ വസ്തു വിൽക്കുന്നതോടൊപ്പം എൻ്റെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളും തീരെയാണ്. ഞാൻ ചെയ്യേണ്ട കർത്തവ്യങ്ങൾ ഒരമ്മ എന്ന നിലയ്ക്ക് 2 കുട്ടികളെ പഠിപ്പിക്കുക, നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, അവരെ കല്യാണം കഴിച്ച് സെറ്റിലാക്കുക, അതൊരു വലിയ കാര്യം തന്നെയാണ്. അങ്ങനെ നല്ല സ്വഭാവത്തിൽ കുട്ടികൾ വളരുക, അതും ഈശ്വര കടാക്ഷം ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. അപ്പോൾ ഇതിലെല്ലാത്തിലൂടെ ഞാൻ നടന്നുപോയി. ഞാൻ കൂടിയാൽ എത്ര കൂടും എന്നെനിക്കറിയാം. അപ്പോൾ എൻ്റെ കഴിവിനും അപ്പുറത്ത് നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്നത് സത്യമാണെന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചു. കാരണം എല്ലാം നിന്ന് നടത്താൻ ആരുമില്ലാത്തവർക്ക് ദൈവമുണ്ട്. അപ്പോൾ എനിക്ക് ആരും നിന്ന് നടത്തിത്തരാനോ നോക്കാനോ ഇല്ലാത്തടത്ത് ശക്തമായ ശക്തി ഉണ്ടായിരുന്നു.